CPMന്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും MV ഗോവിന്ദൻ മാസ്റ്റർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി പദം ഒഴിഞ്ഞപ്പോൾ CPM നേതൃത്വത്തിന് മുമ്പിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേര് MV ഗോവിന്ദൻ മാസ്റ്ററുടേതായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാതെ പാർട്ടിയുടെ മുഖവും ശബ്ദവുമായി പ്രവർത്തിച്ച മികവിന് ലഭിച്ച അംഗീകാരമാണ് MV ഗോവിന്ദനെ വീണ്ടും തേടിയെത്തിയ സംസ്ഥാന സെക്രട്ടറി പദം. സമ്മേളനം വഴി MV ഗോവിന്ദൻ ആദ്യമായാണ് സെക്രട്ടറി ആകുന്നത്. ഇത്തവണ സംസ്ഥാന സെക്രട്ടറി ആകുമോ എന്ന ചോദ്യത്തിന് അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എന്നായിരുന്നു സമ്മേളനത്തിന് മുൻപ് MV ഗോവിന്ദൻ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. എക്സൈസ് തദ്ദേശ വകുപ്പ് മന്ത്രി സ്ഥാനം രാജിവെച്ചാണ് ഗോവിന്ദൻ മാസ്റ്റർ ആദ്യമായി സംസ്ഥാന സെക്രട്ടറി ആയത്. ഇതിനു മുൻപ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും അത്തരത്തിൽ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് എത്തിയത് പിണറായി വിജയൻ മാത്രമാണ്. ചടയൻ ഗോവിന്ദന്റെ നിര്യാണത്തെ തുടർന്ന് നായനാർ മന്ത്രിസഭയിൽ നിന്നും വൈദ്യുതി വകുപ്പ് മന്ത്രിസ്ഥാനം രാജിവെച്ചാണ് പിണറായി സംസ്ഥാന സെക്രട്ടറി ആയത്. ദീർഘകാലം ആ ചുമതലയിലിരുന്ന പിണറായി പാർലമെന്ററി രംഗത്തേക്ക് തിരിച്ചെത്തിയത് മുഖ്യമന്ത്രിയായാണ്. പഠനകാലത്ത് ലോങ് ജമ്പിലും ഹൈ ജമ്പിലും മികവ് തെളിയിച്ച ഗോവിന്ദൻ മാസ്റ്റർ പിന്നീട് കായിക അധ്യാപകനായെങ്കിലും ഇഷ്ടവിഷയം തത്വശാസ്ത്രമാണ്. മാർക്സിസ്റ്റ് തത്വശാസ്ത്രത്തെ പുതിയ കാലത്തിനനുസൃതമായി വ്യാഖ്യാനിക്കുകയും അത് CPMന്റെ പരിപാടികളുമായി കൂട്ടിയിണക്കുകയും ചെയ്യുന്നതിൽ MV ഗോവിന്ദൻ മാസ്റ്ററുടെ പങ്ക് വലുതാണ്. അടുത്തിടെ നടന്ന AI വിവാദമടക്കം ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. സംഘടനാ അച്ചടക്കത്തിൻ്റെ ആൾരൂപമാണ് ഗോവിന്ദൻ മാസ്റ്റർ. ജന്മനാടായ മൊറാഴയിൽ ബാലസംഘം സംഘടിപ്പിച്ച് പാർട്ടി പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹം ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുന്ന പ്രസംഗങ്ങളിലൂടെയാണ് പ്രവർത്തകരുടെ പ്രിയപ്പെട്ട മാഷായി മാറിയത്. സംസ്ഥാന സെക്രട്ടറി പദത്തിലെത്തിയപ്പോഴും പ്രസംഗ ശൈലിയിൽ മാറ്റമുണ്ടായില്ല. നർമ്മം കലർത്തി കാര്യം അവതരിപ്പിക്കുന്ന കൊടിയേരി ശൈലിയുടെ നേർ വിപരീതമായിരുന്നു ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസംഗം. പാർട്ടി കാര്യങ്ങളിൽ ഗോവിന്ദൻ മാസ്റ്റർ കാണിച്ച കണിശത കഴിഞ്ഞ 2 വർഷത്തിനിടെ നന്നായി അറിഞ്ഞത് CPMന്റെ ജില്ലാ സെക്രട്ടറിമാരാണ്. പാർട്ടിയുടെ അച്ചടക്കത്തിൽ നിന്നും വ്യതിചലിക്കുന്നവരെ ശക്തമായ ഭാഷയിൽ തിരുത്താൻ MV ഗോവിന്ദൻ മടി കാണിച്ചിരുന്നില്ല. കമ്മിറ്റികൾക്കുള്ളിലും പുറത്തും അത്തരക്കാർക്കുള്ള താക്കീതിന് മൂർച്ച ഒട്ടും കുറവുണ്ടായിരുന്നില്ല. യുവജന സംഘടനാ നേതാവായിരിക്കെ തന്നെ CPMന്റെ ജില്ലാ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു മാസ്റ്റർ. DYFI സംസ്ഥാന ഭാരവാഹിയാകുന്നതിന് മുൻപ് CPM കാസർഗോഡ് ഏരിയ സെക്രട്ടറിയായി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ മുക്കിലും മൂലയിലും പേര് സഞ്ചരിച്ച് യുവജന പ്രസ്ഥാനത്തെ ഗോവിന്ദൻ മാസ്റ്റർ കെട്ടിപ്പടുത്തു. അടിയന്തരാവസ്ഥ കാലത്ത് EP ജയരാജനെയും ഗോവിന്ദൻ മാസ്റ്ററെയും ഒന്നിച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അന്ന് അദ്ദേഹം ക്രൂരമർദ്ദനത്തിനാണ് ഇരയായത്. CPMന് സംസ്ഥാന തലത്തിൽ അവസാന വാക്ക് സംസ്ഥാന സെക്രട്ടറിയുടേതാണ്. സൈദ്ധാന്തിക പ്രശ്നങ്ങളിൽ കേരളത്തിലെ പാർട്ടിയുടെ അവസാന വാക്ക് ഗോവിന്ദൻ മാസ്റ്റർ തന്നെയാണ്. ഈ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയ്ക്കു പിന്നിലും ഗോവിന്ദൻ മാസ്റ്ററുടെ കരങ്ങളുണ്ടായിരുന്നു. നയസമീപനങ്ങൾ സ്വീകരിക്കുന്നതിൽ മന്ത്രിസഭയിലെ പലരും ഗോവിന്ദൻ മാസ്റ്ററുടെ ഉപദേശം തേടാറുണ്ട്. പാർട്ടിയിലെ ആശയഭിന്നതകൾ ഉണ്ടാവുമ്പോഴെല്ലാം പാർട്ടി പക്ഷത്തു നിന്ന് അതിന് സൈദ്ധാന്തിക വിശദീകരണം നൽകുന്നത് ഗോവിന്ദൻ മാസ്റ്ററാണ്. സ്വതരാഷ്ട്രീയം, മാവോയിസം, ഇടതുപക്ഷ തീവ്രവാദം, ഫാസിസം തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം ചർച്ചകൾ ഉയർന്നപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി നിലപാട് വിശദീകരിച്ചു. DYFI രൂപീകരണ കാലത്ത് അതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് 4 പതിറ്റാണ്ട് മുൻപെഴുതിയ യുവജന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം ആശയസമരങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ന പുസ്തകം ഇപ്പോഴും ഇടത് യുവജന രാഷ്ട്രീയ പ്രവർത്തകരുടെ സൈദ്ധാന്തിക ഗ്രന്ഥമാണ്. 1991 മാസ്റ്റർ CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിലെത്തുന്നത്. 2006 മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. 1996 2001 തളിപ്പറമ്പിൽ നിന്നും നിയമസഭയിലെത്തി. 2002 മുതൽ 2006 വരെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പദവും അദ്ദേഹം അലങ്കരിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ നിന്ന് 22,689 വോട്ടിന്റെ വൻപൻ വിജയം സ്വന്തമാക്കിയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ നിയമസഭയിലെത്തിയത്. ഫുട്ബോൾ, സാഹിത്യം, സംഗീതം, സിനിമ
എന്നിവയൊക്കെ ഇഷ്ടമാണ് ഗോവിന്ദൻ മാസ്റ്റർക്ക്. മൊറാഴയിലെ ലൈബ്രറിയിൽ അദ്ദേഹം വായിക്കാത്ത പുസ്തകമില്ല എന്നാണ് നാട്ടിലെ സംസാരം. ടി പത്മനാഭന്റെ ആരാധകനാണ് ഗോവിന്ദൻ മാസ്റ്റർ. പത്മനാഭൻ എഴുതിയതെല്ലാം അദ്ദേഹം വായിച്ചിട്ടുണ്ട്. കമലഹാസനാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ ഇഷ്ട നടൻ. ദിവസേന രാവിലെ യോഗ അദ്ദേഹത്തിന് നിർബന്ധമാണ്. 1985 PK ശ്യാമളയുമായുള്ള ഗോവിന്ദൻ മാസ്റ്ററുടെ വിവാഹം. എന്തായാലും ഇനിയും ഒരു 3 വർഷം കൂടി CPM എന്ന പാർട്ടിയെ കേരളത്തിൽ ശക്തമായി നയിക്കുക MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെയായിരിക്കും.